അമേരിക്ക ഇറാനെ തൊട്ടാൽ പ്രത്യാഘാതം അതിഭീകരമായിരിക്കും. റഷ്യയും ചൈനയും ഇറാന് പിന്തുണ നൽകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സൂചനകൾ പുറത്തു വരുന്നത്. ഇത് തീ കൊണ്ടുള്ള കളിയാണ്. ആരും പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത്തരം ഒരു നീക്കം സംഭവിച്ചാൽ പ്രത്യാഘാതങ്ങൾ നല്ലതായിരിക്കില്ല. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നടത്തിയ ഈ വാക്കുകൾ ഇന്ന് വെറും ഒരു മുന്നറിയിപ്പല്ല, അത് ലോക ശക്തികൾക്ക് മുന്നിൽ മുഴങ്ങുന്ന ഒരു തുറന്ന പ്രഖ്യാപനമാണ്. ഇറാനെതിരെ അമേരിക്ക വീണ്ടും സൈനിക ആക്രമണത്തിലേക്ക് നീങ്ങാൻ ശ്രമിച്ചാൽ അതൊരു ചെറിയ ഓപ്പറേഷനായി ഒതുങ്ങില്ലെന്നും അതൊരു മേഖലയെ മാത്രം ബാധിക്കുന്ന സംഭവമായി തീരില്ലെന്നും റഷ്യ വ്യക്തമാക്കുകയാണ്. സൗദി അറേബ്യയിലെ അൽ അറേബ്യ ടെലിവിഷനുമായി നടത്തിയ അഭിമുഖത്തിലൂടെയാണ് ലാവ്റോവ് ഈ നിലപാട് ലോകത്തിന് മുന്നിൽ തുറന്നടിച്ച് പ്രഖ്യാപിച്ചത്. ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നതിന് പിന്നാലെ ഇത്തരമൊരു പ്രസ്താവന പുറത്തു വന്നത് ലോകം ഇപ്പോൾ നിൽക്കുന്നതൊരു നിർണായക ഘട്ടത്തിലാണെന്നതിന്റെ സൂചനയാണ്. ലാവ്റോവിന്റെ വാക്കുകൾ ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പതിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ വെറും ഒരു സൈനിക സമ്മർദ്ദമല്ല, മറിച്ച് ലോകത്തെ ഒരു വൻ ആണവ ദുരന്തത്തിന്റെ മുനമ്പിലേക്ക് തള്ളിവിടുന്ന കളിയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു കഴിഞ്ഞു. കണക്കുകൂട്ടലുകൾ വെറും മിഥ്യാധാരണ മാത്രമാണെന്ന് റഷ്യ പച്ചയായി ഓർമ്മിപ്പിക്കുകയാണ്. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് ചർച്ചകൾ നടക്കുമ്പോഴും ഇറാന്റെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്നത് ആഗോള സുരക്ഷാ പരിധിയിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. പാശ്ചാത്യ ലോകം നിസ്സാരമായി കാണാൻ ശ്രമിക്കുന്ന ഈ ഭീഷണി യഥാർത്ഥത്തിൽ നിയന്ത്രണം വിട്ടുപോയിരിക്കുന്നു. ഇറാന്റെ കരുത്തിനെയും റഷ്യയുടെ മുന്നറിയിപ്പിനെയും വില കുറച്ചു കാണുന്നവർ വലിയൊരു അഗ്നി പരീക്ഷയ്ക്കാണ് തുടക്കമിടുന്നത് എന്ന സന്ദേശമാണ് ലാവ്റോവ് ഈ പ്രസ്താവനയിലൂടെ നൽകുന്നത്. കളി മാറുകയാണ്. ഇനിയുള്ള നീക്കങ്ങൾ പിഴച്ചാൽ അതിന്റെ പ്രത്യാഘാതം പാശ്ചാത്യ ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അതേസമയം ഇത്തരം മുന്നറിയിപ്പുകൾ ഉയരുന്ന സമയത്താണ് ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ ശ്വാസനാളമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ശക്തി പ്രകടനത്തിന്റെ വേദിയായി മാറുന്നത്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ഇറാനും കൈകോർത്ത് തങ്ങളുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ഈ തന്ത്രപ്രധാന കടൽപാതയിൽ അണിനിരത്തിയിരിക്കുന്നു. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2026 എന്ന പേരിൽ നടക്കുന്ന സംയുക്ത നാവിക അഭ്യാസം വെറുമൊരു പരിശീലനമല്ലെന്ന് ലോകം ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതൊരു വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ്. ലോകം ഇനി ഒരാളുടെ തീരുമാനത്തിൽ മാത്രം നീങ്ങുന്ന കാലം അവസാനിക്കുകയാണെന്ന പ്രഖ്യാപനം. ലാവ്റോവ് പറഞ്ഞതുപോലെ ഇതൊരു സാധാരണ രാഷ്ട്രീയ തർക്കമല്ല, ഇത് തീ കൊണ്ടുള്ള കളിയാണ്. ഒരു തെറ്റായ കണക്കുകൂട്ടൽ, ഒരു ആക്രമണം, ഒരു പ്രതികാരം, ഇതെല്ലാം ചേർന്നാൽ അത് നിയന്ത്രണാതീതമായ പ്രതിസന്ധിയിലേക്ക് മാറും. എണ്ണവില കുതിച്ചുയരും, വ്യാപാരപാതകൾ തടസ്സപ്പെടും, ലോക സാമ്പത്തിക വ്യവസ്ഥ വരെ അതിന്റെ ആഘാതത്തിൽ വിറയ്ക്കും. അതുകൊണ്ട് തന്നെ റഷ്യ മുന്നോട്ട് വന്ന് തുറന്നടിച്ച് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: സംയമനം പാലിക്കണം, നയതന്ത്ര പരിഹാരത്തിലേക്ക് നീങ്ങണം. കാരണം ആക്രമണത്തിന്റെ വഴി ആരെയും രക്ഷിക്കില്ല. സമാധാനത്തിന്റെ പുകമറകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നയതന്ത്രത്തിന്റെ കാലം കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് അധികാരത്തിന്റെയും ആയുധബലത്തിന്റെയും വലിയൊരു ശക്തി പ്രകടനമായിരിക്കും. ലോകം ശ്വാസമടക്കി പിടിച്ച് ആ ചക്രവാളത്തിലേക്ക് നോക്കുന്നത് വെറുതെയല്ല. കാരണം പ്രതിരോധത്തിന്റെ ആ പേർഷ്യൻ കോട്ടയ്ക്ക് മുന്നിൽ ശത്രുവിന്റെ കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴയ്ക്കുകയാണ്. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. വിപ്ലവ നക്ഷത്രം ചെഗുവേര ലോകത്തിന് പകർന്നു നൽകിയ ഈ വാക്കുകൾ ഇന്ന് വെറുമൊരു വൈകാരികമായ പ്രസംഗമല്ല, അത് തോക്കിൻ മുനയിൽ വിറയ്ക്കാത്ത, ഉപരോധങ്ങൾ കൊണ്ട് തളർത്താനാവാത്ത ഒരു ജനതയുടെ സിരകളിൽ പടരുന്ന പോരാട്ട വീര്യമാണ്. ചെഗുവേരയുടെ പോരാട്ട വീര്യം കടമെടുത്തുകൊണ്ട് ആഗോള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ഇറാന്റെ പുതിയ ചരിത്രം ഇതാ ഇവിടെ തുടങ്ങുകയാണ്. ഇത് വെറുമൊരു മുന്നറിയിപ്പല്ല, സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിന് നേരെ ഒരു ജനത നടത്തുന്ന ഉറച്ച ചുവടുവയ്പ്പാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.